മന്നം ജയന്തി ദിനത്തിൽ നിലപാട് വ്യക്തമാക്കി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NSSന്റേത് സമദൂരം. ശബരിമല വിഷയത്തിലാണ് സമദൂരത്തിലെ ശരിദൂരം എന്ന് പറഞ്ഞത്. ജയന്തി ദിനത്തിൽ പ്രമുഖരടക്കം ആയിരങ്ങളാണ് സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. മന്നം ജയന്തി ദിവസമായി ഇന്ന് രാവിലെ 7 മണിയോടെയാണ് സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചന ആരംഭിച്ചത്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, നേതാക്കളായ കുമ്മനം രാജശേഖരൻ, V മുരളീധരൻ, തിരുവനന്തപുരം മേയർ VV രാജേഷ് എന്നിവർ രാവിലെ തന്നെ എത്തി പുഷ്പാർച്ചന നടത്തി. മന്നത്ത് പത്മനാഭൻജി ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയൊരു ഇൻസ്പിറേഷണൽ. അദ്ദേഹം എത്രയോ മലയാളി എല്ലാവർക്കും വേണ്ടി എത്രയോ കാര്യങ്ങൾ ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ബഹുമാനമുണ്ട്, എത്രയോ ബഹുമാനമുണ്ട്. പിന്നെ സുകുമാരൻ നായർജി എനിക്ക് വേണ്ടി എത്രയോ പ്രോത്സാഹിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. നമ്മുടെ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ കേരളത്തിൽ നിറഞ്ഞു നിന്നിരുന്ന രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മണ്ഡലങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്ന ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തെ സ്മരിക്കുക എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യവും അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞതിലുള്ള വേദനയും എല്ലാം കൂടി ഒരു സമ്മിശ്ര വികാരമാണ് പലർക്കും ഉണ്ടാകുക. ഏതായിരുന്നാലും അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ച ആശയാദർശങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നത്തെ കേരളത്തിൻ്റെ സമകാലീന രാഷ്ട്രീയ, സാമൂഹിക പശ്ചാത്തലത്തിൽ വളരെയേറെ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി എല്ലാ വർഷവും ജനുവരി 2-ന് മന്നൻ ആചാര്യൻ്റെ ജയന്തി ദിനത്തിൽ അവിടെ വരുവാനും അതോടൊപ്പം തന്നെ പുഷ്പാർച്ചന നടത്തുവാനും എല്ലാവരുമായും കാണുവാനും മന്നം ജയന്തിയുടെ സന്ദേശം ഉൾക്കൊള്ളുവാനും ഒക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. മേയർ ആയതിന് ശേഷം ഉള്ള ആദ്യത്തെ ഒരാഴ്ച ആവുന്നതേ ഉള്ളൂ. ഇന്നാവുമ്പോൾ 8 ദിവസം ആയതേ ഉള്ളൂ. അപ്പോൾ അന്ന് തന്നെ മന്നം ജയന്തിയുടെ വരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും മന്നത്ത് ആചാര്യൻ്റെ ദർശനങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഭരണത്തിൽ പ്രതിഫലിപ്പിക്കുവാനും അതിലൂടെ സാമൂഹിക നീതി ഉറപ്പാക്കുവാനും പരമാവധി ശ്രമിക്കും. ജയന്തി സമ്മേളനത്തിൽ രാഷ്ട്രീയ നിലപാട് NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ വ്യക്തമാക്കി. ശരിദൂരം ശബരിമല വിഷയത്തിൽ മാത്രമേ ഉള്ളൂ. അതിനെ രാഷ്ട്രീയമായിട്ട് കുഴക്കേണ്ട കാര്യമില്ല. ആ കാര്യത്തിൽ നമ്മളൊരു ശരിദൂരം ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിൽ സമദൂരം തന്നെയാണ്. മന്നം ജയന്തി സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർ സ്വാഗത പ്രസംഗം നടത്തി. യുഗപ്രഭാവനായ ശ്രീ മന്നത്ത് പത്മനാഭന്റെ 149ാമത് ജയന്തി സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ ജന്മദിനവും സർവീസ് സൊസൈറ്റിയുടെ വളർച്ചയിലേക്കുള്ള പടവുകളാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. ഈ സ്ഥാപനങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത് ഈ ദിനങ്ങളിലാണ് എന്ന് തന്നെ ഭൂരിപക്ഷവും ഈ ദിനങ്ങളിലാണ് ഇതിൻ്റെ പേരുകളൊക്കെ ഉണ്ടാകുന്നത്. ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഈ ജയന്തി ആഘോഷിക്കാറുണ്ട്. ദേശീയ ന്യൂനപക്ഷ വിദ്യാഭ്യാസ കമ്മീഷൻ അംഗം സിറിയക് തോമസ് മന്നം ജയന്തി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നാം കാണുന്ന ഈ മഹാസദസ് സമാനതകളില്ലാത്ത ഒന്നാണ്. എല്ലാ വർഷവും ജനുവരിയുടെ ആരംഭത്തിൽ പെരുന്നയിൽ നടക്കുന്ന മന്നം ജയന്തി സമ്മേളനവും ഫെബ്രുവരിയുടെ ആദ്യപാദത്തിൽ പമ്പാ നദീതീരത്ത് ജനതിരമാലകളെ സൃഷ്ടിക്കുന്ന മാരാമൺ കൺവെൻഷനും മധ്യ കേരളത്തിലെ എല്ലാ വർഷവും ആവർത്തിക്കപ്പെടുന്ന 2 അത്ഭുതങ്ങളാണ് എന്ന് പറയുവാൻ ഇവ രണ്ടും കണ്ടിട്ടുള്ള ആർക്കും രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരികയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ജനം TV MD ചെങ്കൽ രാജശേഖരൻ നായർ അടക്കം സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജനം, കോട്ടയം.